ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇരിങ്ങോൾ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ ഒപ്പം ലഹരി വിമുക്തി ക്ലബിന്റെ ഉദ്ഘാടനവും നടന്നു. കേരള സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ലഹരിമുക്തമായ യുവത്വത്തിലൂടെ സുരക്ഷിതമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സരള സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ സത്താർ എം.കെ അധ്യക്ഷത വഹിച്ചു. ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ വിമുക്തി ക്ലബിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കാര്യമായ ആവേശത്തോടു കൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. വിമുക്തി ക്ലബ്ബ് കുട്ടികളെ വരും തലമുറയെ ഈ ലഹരിയുടെ മാരക വിപത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ബോധവൽക്കരണം നടത്തുന്നതിനും മുന്നറിയിപ്പ് കൊടുക്കുന്നതിനും എപ്പോഴും സദാ ജാഗരൂകരായി നമ്മോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാനായ രമേശ് ചെന്നിത്തല സാറ് ഒക്കെ താല്പര്യമെടുത്തുകൊണ്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി കൂടി നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യമെന്നത് ഒരു നല്ല ജീവിത രീതിയാണ്. പ്രത്യേകിച്ച് ഈ മദ്യം, മയക്കുമരുന്ന്, ഡ്രഗ്സ് പോലുള്ള നിന്നൊക്കെ അവരെ മാറ്റി നിർത്തുകയെന്നാണ്. അതിലേക്ക് അവർ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്ര പ്രവർത്തിച്ചാലും അതുകൊണ്ട് ഗുണം കിട്ടുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവില്ല. അതുകൊണ്ട് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊക്കെ കൃത്യമായ ദർശനം നൽകാൻ, കാഴ്ചപ്പാട് നൽകാൻ വഴികാട്ടിയായി വിമുക്തി ക്ലബ്ബ് എക്സൈസ് വകുപ്പ് നമ്മോട് എപ്പോഴുമുണ്ട്. ഇന്ന് നമ്മുടെ ഈ സ്കൂളിലെ ഈ വർഷത്തെ ഈ വിമുക്തി ക്ലബിൻ്റെ പ്രവർത്തനങ്ങളുടെയും അതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനങ്ങളുടെയും ആരംഭം കുറിക്കുകയാണ്. ബഹുമാന്യനായ ഗോപാലകൃഷ്ണൻ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സാറ് നമ്മളോട് വിശദമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് അതൊരു വലിയ വെളിച്ചമാണ്. അധ്യാപകർക്കും കൃത്യമായ ഒരു ദിശ നൽകുന്നു. എന്ന് മാത്രമല്ല, അധ്യാപകർക്കും സ്കൂളിനുമൊക്കെ നമ്മളെ സഹായിക്കാനും കൃത്യമായി കാര്യങ്ങൾ ഇടപെടാനും നമ്മുടെ സംസ്ഥാന സർക്കാരും എക്സൈസ് വകുപ്പും പോലീസും ഒക്കെ ഉണ്ട് എന്നറിയുന്ന ഒരു വലിയ ധൈര്യമാണ്. തീർച്ചയായും ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു കാര്യമാണ്. പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് ഓഫീസ് പ്രിവന്റീവ് ഓഫീസർ ഗോപാലകൃഷ്ണൻ ടി.എൽ മുഖ്യാതിഥിയായി. മക്കള് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുട്ടികൾ ഇന്ന് സർവനാശ വിപത്തായ രാസലഹരിയിൽ ചെന്ന് പെടുകയാണ്. അവർ ലോകം കീഴടക്കേണ്ടവരാണ്. അതുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വിമുക്തിയുടെ ഭാഗമായി ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി ദിനത്തോടനുബന്ധിച്ച് എല്ലാ സ്കൂളുകളിലും ബോധന ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരിൻ്റെ അവസ്ഥ നമുക്കറിയാം. എങ്കിൽ പോലും 24 മണിക്കൂറും ഞങ്ങൾ ഉദ്യോഗസ്ഥർ, എക്സൈസ് ഇൻസ്പെക്ടറും ഒക്കെ പെരുമ്പാവൂർ ഈ മയക്കുമരുന്ന് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂർ ഇത് തുടച്ചു നീക്കുന്നതിനായിട്ടുള്ള ഒരു യജ്ഞമായിട്ട് തന്നെ ഞങ്ങൾ ഇരുത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് എക്സൈസിൽ കുന്നനാട് സർക്കിളിൽ 2 ഓഫീസേ ഉള്ളൂ. ഒന്ന് പെരുമ്പാവൂർ റേഞ്ചും മാമല ഓഫീസും. എങ്കിലും ഞങ്ങൾ ജീവനക്കാരെ കുറവാണെങ്കിൽ പോലും രാത്രിയാണെങ്കിലും പകലായും സമയമില്ല നോക്കാതെ തന്നെ ഞങ്ങൾ ഇതിനുമായിട്ട് പ്രതിജ്ഞാബദ്ധരായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഈ 10-12 വയസ്സ് മുതൽ 16 വയസ്സ് വരെ വരുന്ന നിഷ്കളങ്കരായ കുട്ടികളെയാണ് ഈ മാഫിയ വല വിരിക്കുന്നത്. ഈ രാസലഹരി ഉപയോഗിച്ചാൽ 3 മാസം മുതൽ 6 മാസം വരെ ഉപയോഗിച്ചാൽ തലച്ചോറ് വരെ ഡെഡാക്കുന്ന അത്ര രൂക്ഷമായ മയക്കുമരുന്നാണ്. എന്നും എപ്പോഴും എക്സൈസ് ഇതിൻ്റെ ഒപ്പമുണ്ട്. അതിന് പ്രതിജ്ഞാബദ്ധരായിട്ട് തന്നെ ഞങ്ങൾ ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. നമസ്കാരം. നമ്മുടെ ലൂക്ക് മെമ്മോറിയൽ സ്കൂളിൽ വിമുക്തി ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഡ്രഗ്സ് ഡി അഡിക്ഷൻ, അതായത് ആൻറ്റി നാർക്കോട്ടിക്സ് ഡേയുടെ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സാറ് ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്, നമുക്കറിയാം ഇന്ന് നമ്മുടെ നാളുകളിൽ എല്ലാവിധ മീൻസ് നമ്മുടെ തലമുറകൾ എല്ലാം മദ്യം, മയക്കുമരുന്നിന് അഡിക്റ്റാണ്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഫോക്കസ് ചെയ്യുന്നതും അതുതന്നെയാണ്. നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനു വേണ്ടിയുള്ള നല്ല അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക. നമ്മുടെ KG മുതൽ +2 തലം വരെയുള്ള കുട്ടികൾക്ക് മദ്യം, മയക്കുമരുന്നിനെ കുറിച്ചൊരു അവബോധം കൊടുത്താൽ തീർച്ചയായും അവർ നല്ലൊരു നാളെയിലേക്ക് അവർ ഇതിനൊന്നും അഡിക്റ്റ് ആവാതെ വളരുമെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. സ്കൂൾ മാനേജർ ഇൻചാർജ് ലൗന കെ കുര്യാക്കോസ് മുഖ്യാതിഥിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തന്റെ 25 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ച അദ്ദേഹം ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ചു. നമ്മൾ അറിയാതെ നമ്മളെ സ്നേഹം പ്രകടിപ്പിച്ച് കൂട്ടുകാരെന്നും പറഞ്ഞ് ആദ്യം ജ്യൂസ് വാങ്ങിച്ചു തരും, പിന്നെ ജിലേബി വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരും. എനിക്ക് 2 മക്കള്, എന്റെ മൂത്ത ആള്
പഠിക്കുകയാണ്. രാത്രി 12 മണി ഒരു പയ്യൻ വന്ന് കൈയൊന്ന് മണപ്പിച്ചു, വീണ്ടും കൈയൊന്ന് മണപ്പിച്ചു. നമ്മൾ ബീഗൊക്കെ തിന്നിട്ട് കൈ മണപ്പിക്കുന്ന രീതി നല്ല മണമാണല്ലോ. എന്നിട്ട് അവൻ പറഞ്ഞു, എടാ എന്റെ 1ാമത്തെ കഞ്ചാവ് വീഡിയോ ഉണ്ട്, വേണ്ടി 2 പുകയെടുത്തോ, 8-10 മണിക്കൂർ ഉറങ്ങാതിരുന്ന് വായിക്കാൻ പറ്റും. ഞാൻ അപ്പോഴേ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ പറഞ്ഞു, ചേട്ടൻ വിട്ടോ, കച്ചേരിക്കുള്ള എക്സൈസ് ഉദ്യോഗസ്ഥനാണ് എന്റെ അച്ഛൻ. അവൻ വേഗം അമ്മയെ വിളിച്ചു. രാത്രി 12 മണിക്കുള്ള കോൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കോളൊക്കെ അല്ല മരണമൊക്കെ എന്ന് പറഞ്ഞു വരുള്ളൂ. രാത്രി 12 മണിക്കൊന്നും എന്നെ വിശ്രമിച്ച് വെച്ചാൽ പിറ്റേ ദിവസം 10 മണിയായപ്പോഴത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് അവൻ ഹോസ്റ്റലിൽ പോയി. അതുകൊണ്ട് തുടർ പഠിക്കുമ്പോഴും നിങ്ങളെ കാത്തു സൂക്ഷിക്കണം. ഒത്തിരി കൂട്ടുകാരൊന്നുമില്ല, ബാലൊന്നും പിടിക്കരുത്, ലിഫ്റ്റ് തരാനും പറഞ്ഞൊന്നും കേട്ടി പോകേണ്ടത്. ഇപ്പൊ കാണാൻ പറ്റില്ലേ അവയവം പോയതിപ്പോ അവയവം എടുത്തോണ്ടിരിക്കുന്ന മനുഷ്യ കൊല്ലുകയാണ്. അതൊരു കാലമാണ്. അതുകൊണ്ട് നേടുക, പഠിക്കുക. നമുക്ക് ഏറ്റവും 28 സംസ്ഥാനങ്ങൾ എടുത്താല് ഇന്നും പഠിക്കാൻ പറ്റാത്ത പല കുട്ടികളും പല ലോഡ്ജിന്റെ മുമ്പിലൊക്കെ കൈനീട്ടുകയാണ്. കേരളത്തിലെ എല്ലാ സംവിധാനങ്ങളോട് നേടുക, പഠിക്കുക, IAS, IPS സ്വപ്നം കാണുക. APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നം കാണുന്ന പോലെ ഈ ലോകത്ത് എന്ത് കാണും മക്കളെ. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനെതിരെ വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുവാനും ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ സ്കൂൾ ക്യാമ്പസിനപ്പുറത്തേക്ക് എത്തിക്കുക എന്നതുമാണ് ലഹരി വിമുക്ത ക്ലബിന്റെ ലക്ഷ്യം. സയൻസ് വിഭാഗം HOD സുമ MA വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. മാസ്റ്റർ ഹസൻ KS ആലപിച്ച ലഹരി വിരുദ്ധ ഗാനം പരിപാടിക്ക് കരുത്തേകി. അഡ്മിനിസ്ട്രേറ്റർ ചിഞ്ചു ബാബു, PRO രേഷ്മ, സ്റ്റാഫ് കോർഡിനേറ്റർ ലിഗി വർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അധ്യാപകരായ രമ്യ VS, ടിൻഡു K കുര്യാക്കോസ്, ഫെബിത KB, ഇന്ദുലേഖ KG, പാർവതി മുരളി, മെലീസിയ ജോണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്കൂൾ ഹെഡ് ബോയ് സിമൽ ഷാജഹാൻ, ഹെഡ് ഗേൾ ഈഷ സുനി എന്നിവരും പരിപാടിയുടെ ഭാഗമായി. 9-10 ക്ലാസുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി സ്കൂൾ പരിസരത്ത് റാലി നടത്തി. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി നോറ മറിയം ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.